എന്താ കൊമ്പുണ്ടോ? പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അർദ്ധരാത്രിക്ക് ആരോ കൊട പിടിക്കുമെന്ന്. പക്ഷെ നമ്മളാരും അത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴുള്ള ചില കാര്യങ്ങളുടെ പോക്ക്. ഒരു ചെറിയ രാജ്യത്തെ മേയറും ഒരു വലിയ രാജ്യത്തെ MLA-യും കൂടി പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന KSRTC ബസ്സിനെ ചേസ് ചെയ്യുക, സിനിമ സ്റ്റൈലിൽ ഓവർടേക്ക് ചെയ്യുക, അതുപോരാഞ്ഞ് സീബ്ര ലൈനിൽ കൊണ്ടുപോയി ഓവർടേക്ക് ചെയ്ത് വണ്ടിക്ക് കുറുകെ നിർത്തിയിടുക. ഒരു മേയർക്കും MLA-ക്കും ചെയ്യാവുന്ന പണിയാണോ അത്? അതും പൊതുജനങ്ങൾക്ക് മുൻപിൽ. അതും പോരാഞ്ഞ് മേയറുടെ സംസ്കാരം വെളിപ്പെടുത്തുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കുക, പൊതുജനങ്ങളെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുക, ദിവസവേതനക്കാരനായ പാവപ്പെട്ട KSRTC ബസ് ഡ്രൈവറുടെ ജോലി തീർപ്പിക്കുക. ഇതൊക്കെയാണ് കലാപരിപാടികൾ. ഇങ്ങനെയൊക്കെ കാണിക്കുവാൻ ഇവർക്ക് കൊമ്പുണ്ട് എന്ന് ചിന്തിക്കുന്നവർ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചരിത്രം പരിശോധിച്ചാൽ എവിടെയൊക്കെ അഴിമതി നടത്താം എന്ന കാര്യത്തിൽ പ്രത്യേക വിദഗ്ധ പരിശീലനം കിട്ടിയിട്ടുള്ള ആളാണ് നമ്മുടെ മേയർ എന്നതിന് യാതൊരു സംശയവുമില്ല. അതിലൊരെണ്ണം SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവാഹ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് മറ്റിതര ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തരം മാറ്റിയതും ഇതേവരെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവര് കരുതിയിരിക്കുന്നത്. ഇപ്പോൾ ആകട്ടെ ലിറ്റിൽ മേയർ വീണ്ടും വിവാദത്തിലേക്ക്. പൊതുജനങ്ങൾക്ക് നടക്കാനുള്ള സീബ്ര ലൈനിൽ വണ്ടി കയറ്റി കുറുക്കെ നിർത്തിയിട്ടോ ഒരു മോട്ടോർ വാഹന വകുപ്പും ഈ സമയം വരെ കേസെടുത്തിട്ടില്ല. അത് നിയമലംഘനമല്ലേ? KSRTC പോലുള്ള വാഹനങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ ഇറക്കി വിടുക, ദിവസവേതനക്കാരനായ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ജോലി തടസ്സപ്പെടുത്തുക, ഇതിനെതിരെ മേയർക്കെതിരെ കേസെടുത്തിട്ടില്ല. അതല്ല കാരണവർക്ക് അടുപ്പിലും ആകാം എന്നാണോ? ഇപ്പോഴാകട്ടെ അവസാനത്തെ അടവായ ഏക്ഷൻ വിവാദവുമായി കഴിഞ്ഞു. പഴയ ബർണം കോളേജിലെ ഏക്ഷൻ അല്ല കേട്ടോ. അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു, പട്ടിക്ക് വീണ്ടും മുറുമുറുപ്പ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി എന്ത് ചെയ്യാൻ എന്ന് ധ്വനിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ കാണിച്ചത് അതെങ്ങനെ തെളിയാകും? ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ KSRTC ബസ്സിൽ 3 ക്യാമറകൾ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ അറിവ്. ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത മെമ്മറി കാർഡുകൾ കാണാനില്ല എന്നായിരിക്കും. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ സഞ്ചാര റൂട്ട് ദയവ് ചെയ്ത് പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കണം. വഴിമാറി സഞ്ചരിക്കാനാണേ. കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം തന്ന് ജീവിക്കുന്നവർ തന്നെയാണ്. പ്രത്യേകിച്ച് അവരെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല.